ഹലോ ഡിയേഴ്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് മേഘമൽഹാർ കഥയുടെ 7ാമത്തെ ഭാഗമാണ്. ബാക്കി 6 ഭാഗങ്ങളും കണ്ടിട്ടില്ലാത്തവർക്കായിട്ട് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ ചാനലിൽ കയറി നോക്കിക്കഴിഞ്ഞാൽ മേഘമൽഹാർ എന്ന കഥയിലൊരു പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ നോക്കിയാലും നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് കഥയിലേക്ക് കടക്കാം. പിറ്റേന്ന് രാവിലെ കോളേജിലേക്ക് വരുമ്പോൾ മാളുവിൻ്റെ മുഖത്ത് വല്ലാത്തൊരു സന്തോഷവും ആശ്വാസവും ഉണ്ടായിരുന്നു. ഒരാഴ്ചത്തെ കഷ്ടപ്പാടിൻ്റെ ഫലമായ ആ വലിയ അസൈൻമെൻറ്റ് ഫയല് അവൾ നെഞ്ചോട് ചേർത്ത് പിടിച്ചിട്ടുണ്ട്. സമയം 9:30 കഴിഞ്ഞു. 10 മണിക്ക് മുൻപ് ഇത് സാറിൻ്റെ ടേബിളിൽ വയ്ക്കണം. ക്ലാസ്സിലേക്ക് പോകാതെ അവൾ നേരെ സ്റ്റാഫ് റൂമിലേക്ക് നടന്നു. പക്ഷേ ഇടനാഴിയുടെ പകുതിക്ക് വെച്ച് അവൾക്ക് നിൽക്കേണ്ടി വന്നു. മുന്നിൽ വഴി തടഞ്ഞുകൊണ്ട് സോനയും അവളുടെ ഗ്യാങ്ങും നിൽക്കുന്നു. സോനയ്ക്ക് മാളുവിനെ പണ്ടേ കണ്ടെടുത്താൽ കണ്ടൂടാ. അഭിമന്യു സാറ് മാളുവിന് മാത്രം വലിയൊരു പണി കൊടുത്തത് കണ്ട് ഏറ്റവും കൂടുതൽ സന്തോഷിച്ചതും സോനയായിരുന്നു. ഇന്ന് മാളു അസൈൻമെന്റ് വെക്കാതെ സാറിന്റെ കയ്യിൽ നിന്ന് ചീത്ത കേൾക്കുന്നത് കാണാൻ കാത്തു നിൽക്കുകയായിരുന്നു അവള്. ഓഹോ, ഇതെങ്ങോട്ടാ ഈ വലിയ ഫയലൊക്കെ പിടിച്ച് ഇത്ര ധൃതിയില്? സോന പരിഹാസത്തോടെ ചോദിച്ചു. വഴിമാറ് സോന, എനിക്കിത് സബ്മിറ്റ് ചെയ്യാൻ സമയമായി, മാളു ശാന്തമായി പറഞ്ഞു. സമയമായെങ്കിൽ എന്താ? നീ ഒരാഴ്ച കൊണ്ട് എവിടെ നിന്നൊക്കെയോ കോപ്പി അടിച്ച് എഴുതിക്കൊണ്ടുവന്ന ഈ സാധനം സാറ് കണ്ട നിന്നെ കൊണ്ട് തന്നെ ഇത് ചവിട്ടുകുട്ടയിൽ ഇടയിപ്പിക്കും. വെറുതെ പോയിട്ട് ചീത്ത കേൾക്കണോ? അത് സാറ് തീരുമാനിച്ചോളും, എനിക്ക് സമയമില്ല, വഴിമാറി നിൽക്ക്. മാളുവിൻ്റെ ആ ശബ്ദം നന്നായി കനത്തിരുന്നു. സോനയുടെ കൂട്ടുകാരികൾ അവളെ തടയാൻ നോക്കിയെങ്കിലും മാളു വളരെ ശക്തിയോടെ അവരെ വകഞ്ഞു മാറ്റി മുന്നോട്ട് നടന്നു. നിന്റെ അഹങ്കാരം ഇന്ന് ആ സ്റ്റാഫ് റൂമിൽ തീരും, നോക്കിക്കോ. സോന വിളിച്ചു പറയുന്നത് അവൾ കേട്ടെങ്കിലും തിരിഞ്ഞു നോക്കാൻ നിന്നില്ല. സമയം 9:55. മാളു വേഗത്തിൽ സ്റ്റാഫ് റൂമിലേക്ക് കയറി ചെന്നു. അഭിമന്യു തൻ്റെ ടേബിളിൽ എന്തോ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. ഇടയ്ക്ക് സമയം നോക്കുന്നുണ്ട്. മാളു നേരെ ചെന്ന് ആ വലിയ ഫയല് അവൻ്റെ ടേബിളിൽ വെച്ചു. അഭിമന്യു മുഖമുയർത്തി അവളെ നോക്കി. അവൾ ചെറുതായി കിതയ്ക്കുന്നുണ്ടായിരുന്നു. കൃത്യം 10 മണിക്ക് മുൻപ് തന്നെ സാറ് പറഞ്ഞ അസൈൻമെന്റ് ഞാൻ കംപ്ലീറ്റ് ചെയ്തു, മാളു വളരെ കോൺഫിഡൻ്റായി പറഞ്ഞു. അവളത് തീർത്തുവെന്ന് അഭിമന്യുവിന് നന്നായി അറിയാമായിരുന്നു. ലൈബ്രറിയിലും ലാബിലുമായി അവൾ ഇതിനു വേണ്ടി എടുത്ത കഷ്ടപ്പാടുകൾ അവൻ നേരിട്ട് കണ്ടതാണല്ലോ. അതുപോരാഞ്ഞിട്ട് അവസാനത്തെ ബുക്ക് അവൻ തന്നെ അവൾക്ക് കൊണ്ടുവച്ച് കൊടുത്തതുമാണ്. അതുകൊണ്ട് ആ ഫയല് കണ്ടപ്പോൾ അവന് യാതൊരു അത്ഭുതവും തോന്നിയില്ല. പക്ഷേ അവൻ ആ ഗൗരവം ഒട്ടും വിടാൻ തയ്യാറായിരുന്നില്ല. അവൻ പതുക്കെ ആ ഫയല് തുറന്ന് പേജുകൾ മറിച്ചു നോക്കി. വളരെ നീറ്റായി ഒരുപാട് റെഫറൻസുകൾ വെച്ച് തയ്യാറാക്കിയ മികച്ചൊരു വർക്ക്. അവളുടെ ഡെഡിക്കേഷൻ കണ്ട് ഉള്ളിൽ വലിയൊരു സന്തോഷവും അഭിമാനവും തോന്നിയെങ്കിലും അവനത് മുഖത്ത് കാണിച്ചില്ല. ഫയലിന് നല്ല കട്ടിയൊക്കെ ഉണ്ട്, പക്ഷേ ഉള്ളിൽ എഴുതി വച്ചിരിക്കുന്നത് മുഴുവൻ അബദ്ധങ്ങളാണെങ്കിൽ ഇതിനെ കൊണ്ട് ഒരു പ്രയോജനവുമില്ല. ഞാൻ വായിച്ചു നോക്കട്ടെ, എന്നിട്ട് പറയാം നിനക്ക് ഇന്റേണൽ മാർക്ക് തരണോ അതോ 0 ആക്കണോ എന്ന്. വളരെ കർശനമായ ശബ്ദത്തിൽ അവൻ പറഞ്ഞു. ഇത്രയും കഷ്ടപ്പെട്ട് എഴുതിക്കൊണ്ടുവന്നിട്ടും അയാൾക്ക് യാതൊരു ഭാവവ്യത്യാസവും ഇല്ലാത്തത് കണ്ട് മാളുവിന് ചെറിയൊരു സങ്കടം തോന്നി. ഒരു ഗുഡെങ്കിലും
സാറ് പറയുമെന്ന് അവൾ വെറുതെ പ്രതീക്ഷിച്ചിരുന്നു. സാറ് വായിച്ചു നോക്കിക്കോളൂ. ഇതിലെ ഓരോ വരിയും ഞാൻ ഉറക്കമൊഴിഞ്ഞ് കഷ്ടപ്പെട്ട് എഴുതിയതാണ്. അല്പം സങ്കടം കലർന്ന വാശിയോടെ അത് പറഞ്ഞിട്ട് മാളു അവിടെ നിന്നും തിരിഞ്ഞു നടന്നു. അവൾ പോകുന്നത് നോക്കി അഭിമന്യു അവിടെ തന്നെ ഇരുന്നു. അവളുടെ വാക്കുകൾ കേട്ടപ്പോൾ അവനിലെന്തോ വലിയൊരു കുറ്റബോധം തോന്നി. അവൾ അത്രയും കഷ്ടപ്പെട്ടത് ഞാൻ കണ്ടതല്ലേ. എന്നിട്ടും എന്തിനാ അവളോട് ഇത്രയും കടുത്ത് സംസാരിച്ചത്? അവൻ ചിന്തിച്ചു. ആ ഫയലിലേക്ക് ഒന്നുകൂടി നോക്കിയപ്പോൾ അവൻ പോലും അറിയാതെ അവൻ്റെ ചുണ്ടിൽ ചെറിയൊരു പുഞ്ചിരി വിടർന്നു. സ്റ്റാഫ് റൂമിൽ നിന്നും അസൈൻമെന്റ് ഫയൽ ടേബിളിൽ വെച്ചതിന് ശേഷം മാളു നേരെ വന്നത് ക്ലാസ്സിലേക്കാണ്. നെഞ്ചിലുണ്ടായിരുന്ന വലിയൊരു ഭാരം ഇറക്കി വെച്ച ആശ്വാസമായിരുന്നു അവളുടെ മുഖത്ത്. വന്ന് സീറ്റിലിരുന്നതും അടുത്തേക്ക് അവളുടെ ഫ്രണ്ട് ആമി ഓടി വന്നു. എന്തായി മാളു? സാർ ഫയല് വാങ്ങിയോ? എന്തെങ്കിലും പറഞ്ഞോ നിന്നോട്? ആമിക്ക് ആകാംക്ഷ അടക്കാൻ കഴിഞ്ഞില്ല. മാളു ഒരു ദീർഘനിശ്വാസം വിട്ടു. വാങ്ങി. ഞാൻ ഒരാഴ്ച ലൈബ്രറിയിലും ലാബിലുമായി എത്ര കഷ്ടപ്പെട്ടാ ഇത് ചെയ്തതെന്നൊക്കെ ആൾക്ക് നന്നായിട്ട് അറിയാം. എന്നിട്ടും എന്താ മനുഷ്യന് ഒരു ഗൗരവം? ഉള്ളിൽ തെറ്റാണെങ്കിൽ ഇന്റേണൽ മാർക്ക് 0 തരുമെന്നൊക്കെയാ ഇപ്പോഴും പറയുന്നത്. ആ ഫയല് കണ്ടപ്പോൾ ഒരു വെരി ഗുഡ് എങ്കിലും പറയുമെന്ന് ഞാൻ വെറുതെ മോഹിച്ചു. ആമി ചിരിച്ചുകൊണ്ട് അവളുടെ തോളിൽ തട്ടി. സാരമില്ലടി, ആ കലിപ്പൻ സാറിന്റെ സ്വഭാവം നിനക്കറിയില്ലേ. നീ ഒറ്റയ്ക്ക് ഇത്രയും ടഫായ ടോപ്പിക്ക് ഭംഗിയായി തീർത്തല്ലോ, അത് തന്നെ വലിയ കാര്യം. മാളുവിനും അത് ശരിയാണെന്ന് തോന്നി. ഉറക്കക്ഷീണമുണ്ടെങ്കിലും ആ വാശി ജയിച്ചതിൻ്റെ വലിയൊരു സന്തോഷം അവളിലുണ്ടായിരുന്നു. അന്ന് ഉച്ചയ്ക്ക് ശേഷമുള്ള ഫസ്റ്റ് അവർ അഭിമന്യു സാറിൻ്റെ ആയിരുന്നു. ബെല്ലടിച്ചതും അദ്ദേഹം കയ്യിൽ ആ അസൈൻമെന്റ് ഫയലുകളുമായി ക്ലാസ്സിലേക്ക് കയറി വന്നു. എപ്പോഴത്തെയും പോലെ ക്ലാസ്സിൽ വലിയ നിശബ്ദത പരന്നു. ടേബിളിൽ ഫയലുകൾ വെച്ചുകൊണ്ട് അദ്ദേഹം എല്ലാവരെയും ഗൗരവത്തിൽ നോക്കി. നിങ്ങൾ സബ്മിറ്റ് ചെയ്ത അസൈൻമെന്റുകൾ ഞാൻ നോക്കി. 5 പേരുള്ള ഗ്രൂപ്പുകളായി ചെയ്തിട്ട് പോലും പലരുടെയും വർക്കുകളിൽ ഒരുപാട് മിസ്റ്റേക്കുകളുണ്ട്. പോരാത്തതിന് റെഫറൻസും വളരെ കുറവാണ്, അഭിമന്യു പറഞ്ഞു. പിന്നെ അവൻ്റെ കണ്ണുകൾ നേരെ മാളുവിൻ്റെ അടുത്തേക്ക് നീണ്ടു. പക്ഷേ യാതൊരു സഹായവുമില്ലാതെ ഏറ്റവും ടഫായ ടോപ്പിക്ക് ഒറ്റയ്ക്ക് ചെയ്ത് സബ്മിറ്റ് ചെയ്ത മാളവികയുടെ ഫയല് ഞാൻ വായിച്ചു. അതിലെ ഡാറ്റ കളക്ഷനും പോയിന്റുകളും വളരെ മികച്ചതാണ്. 5 പേർ വിചാരിച്ചാൽ പോലും ഇത്ര പെർഫെക്റ്റായി ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ക്ലാസ്സിലെല്ലാവരും ഞെട്ടി. അഭിമന്യു സാറ് ഒരാളെ ഇത്രയും പുകഴ്ത്തി സംസാരിക്കുന്നത് ആദ്യമായിട്ടാണ്. എല്ലാവരും അത്ഭുതത്തോടെ മാളുവിനെ നോക്കി. മാളുവിൻ്റെ കണ്ണുകൾ തിളങ്ങി. ഇത്രയും ദിവസത്തെ അവളുടെ കഷ്ടപ്പാടിന് കിട്ടിയ ഏറ്റവും വലിയ അംഗീകാരമായിരുന്നു അത്. അഭിമന്യുവിൻ്റെ മുഖത്ത് ഇപ്പോഴും ആ കലിപ്പൻ ഗൗരവം തന്നെയാണെങ്കിലും ആ വാക്കുകളിൽ അവളോടുള്ള ബഹുമാനം വ്യക്തമായിരുന്നു. ക്ലാസ് കഴിഞ്ഞ് അഭിമന്യു പുറത്തേക്ക് പോയതും സോനയുടെ മുഖം അസൂയ കൊണ്ട് ചുവന്നു. മാളുവിന് സാറിന്റെ മുന്നിൽ ഇത്രയും വലിയ അംഗീകാരം കിട്ടിയത് അവൾക്കൊട്ടും സഹിക്കാൻ കഴിഞ്ഞില്ല. അവൾ തൻ്റെ ഗ്യാങ്ങുമായി നേരെ മാളുവിൻ്റെ സീറ്റിനടുത്തേക്ക് വന്നു. ആഹാ, ഒറ്റയ്ക്ക് ചെയ്ത് സാറിന്റെ മുന്നിൽ നല്ല കുട്ടിയാകാൻ നോക്കുകയാണല്ലേ. ഈ ഒരാഴ്ച കൊണ്ട് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റുന്ന ടോപ്പിക്കൊന്നും അല്ല അത്.
നീ ഏത് സീനിയേഴ്സിന്റെ കയ്യിൽ നിന്നാണ് ഈ കോപ്പി അടിച്ചത്? അതോ ഇനി ആരെ കൊണ്ടെങ്കിലും എഴുതിച്ചതാണോ? സോന വളരെ പുച്ഛത്തോടെ ചോദിച്ചു. ഇതുകേട്ട് ആമി എന്തോ പറയാൻ വന്നതും മാളു അവളെ തടഞ്ഞു. എന്നിട്ട് മാളു കസേരയിൽ നിന്നും എഴുന്നേറ്റ് സോനയുടെ കണ്ണുകളിലേക്ക് നേരെ നോക്കി. ഒട്ടും പതരാത്ത ആ തീ പാറുന്ന നോട്ടം കണ്ട് സോന ശരിക്കൊന്ന് പരിങ്ങി. കോപ്പി അടിക്കുന്നത് ആരാണെന്ന് എനിക്കറിയാം സോന. ഒരാഴ്ച ഉറക്കമൊഴിഞ്ഞ് ഞാൻ ലൈബ്രറിയിലും ലാബിലുമായി എത്രത്തോളം കഷ്ടപ്പെട്ടുവെന്ന് എൻ്റെ ക്ലാസ്സിലുള്ളവർക്ക് നന്നായിട്ടറിയാം. അത് മനസ്സിലാക്കാനുള്ള അറിവ് സാറിനും ഉണ്ട്. അതുകൊണ്ടാണ് സാർ അത് പറഞ്ഞത്. മാളുവിൻ്റെ ശബ്ദം ക്ലാസ്സിലാകെ മുഴങ്ങി. ഓ, അപ്പം നീ വലിയ സംഭവമാണെന്നാണോ നിന്റെ വിചാരം? സോന വീണ്ടും തർക്കിക്കാൻ നിന്നു. അതെ, ഈ വിഷയത്തിൽ ഞാനൊരു സംഭവം തന്നെയാണ്. നിന്നെപ്പോലെ 5 പേർ ചേർന്ന് മറ്റുള്ളവരുടെ നോട്ട്സ് നോക്കി കോപ്പി അടിച്ചു വയ്ക്കുന്ന പരിപാടിയല്ല എൻ്റേത്. എൻ്റെ അറിവിനെ ചോദ്യം ചെയ്യാൻ നീ വളർന്നിട്ടില്ല. നിന്റെ ഈ വില കുറഞ്ഞ ജാടയൊക്കെ നിന്റെ ഈ ഗ്യാങ്ങിൻ്റെ മുന്നിൽ കാണിച്ചാൽ മതി. എൻ്റെ മുന്നിൽ ചെലവാകില്ല. മാളു ഒട്ടും വിട്ടുകൊടുക്കാതെ ശക്തമായി തുറന്നടിച്ചു. മാളുവിൻ്റെ ബോൾഡായ മറുപടി കേട്ട് സോനയുടെ വായ അടഞ്ഞുപോയി. എന്തെങ്കിലും തിരിച്ചു പറഞ്ഞാൽ മാളു ഇനിയും നാണം കെടുത്തുമെന്ന് മനസ്സിലായപ്പോൾ സോന ദേഷ്യത്തോടെ അവിടെ നിന്നും തിരിഞ്ഞു നടന്നു. ക്ലാസ്സിലെ ബാക്കിയുള്ളവർ മാളുവിൻ്റെ ആ ചങ്കൂറ്റം കണ്ട് അത്ഭുതത്തോടെ നോക്കി നിന്നു. ഇതേ സമയം സ്റ്റാഫ് റൂമിലേക്ക് പോകുന്ന വഴി മേശപ്പുറത്ത് മറന്നുവെച്ച തൻ്റെ ഡയറി എടുക്കാൻ വേണ്ടി വീണ്ടും ക്ലാസ്സിലേക്ക് വരികയായിരുന്നു അഭിമന്യു. വാതിൽക്കൽ എത്തിയപ്പോൾ തന്നെ മാളു സോനയ്ക്ക് കൊടുക്കുന്ന കിടിലൻ മറുപടി അവൻ വ്യക്തമായി കേട്ടു. മാളുവിൻ്റെ ആ ബോൾഡായ ആറ്റിറ്റ്യൂഡ് കണ്ടപ്പോൾ അവനിൽ വീണ്ടും ഒരു അത്ഭുതം തോന്നി. ഇവൾ ചില്ലറക്കാരിയല്ലല്ലോ എന്നോർത്ത് അവൻ പോലും അറിയാതെ അവൻ്റെ ചുണ്ടിലൊരു പുഞ്ചിരി വിരിഞ്ഞു. അസൈൻമെന്റ് പ്രശ്നങ്ങളെല്ലാം കഴിഞ്ഞ് കോളേജിലെ കാര്യങ്ങൾ വീണ്ടും സാധാരണ നിലയിലേക്ക് മടങ്ങുകയായിരുന്നു. അന്ന് ഉച്ചയ്ക്ക് ശേഷമുള്ള ഒരു ഫ്രീ പീരീഡ്. സ്റ്റാഫ് റൂമിൽ കുറച്ച് അധ്യാപകർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. തൻ്റെ സീറ്റിലിരുന്ന് കുട്ടികളുടെ അറ്റൻഡൻസ് രജിസ്റ്റർ നോക്കുകയായിരുന്നു അഭിമന്യു. അപ്പോഴാണ് ഗസ്റ്റ് ലെക്ചറർ ശ്രേയ അങ്ങോട്ട് വന്നത്. അഭിമന്യുവിന് മുന്നിലുള്ള കസേര വലിച്ച് അവൾ അവിടെ ഇരുന്നു. അവളുടെ മുഖത്ത് വല്ലാത്തൊരു ദേഷ്യമുണ്ടായിരുന്നു. കുറച്ചു മുൻപ് ലൈബ്രറിക്ക് മുന്നിൽ വെച്ച മാളുവിനെ കണ്ടപ്പോൾ അവൾ വെറുതെ എന്തോ കുറ്റം പറയാൻ ചെന്നിരുന്നു. എന്നാൽ മാളു യാതൊരു കൂസലുമില്ലാതെ കൃത്യമായ മറുപടി കൊടുത്ത് അവളുടെ വായ അടപ്പിച്ചു വിട്ടതിൻ്റെ ദേഷ്യത്തിലായിരുന്നു ശ്രേയ. അഭിമന്യു തന്നെ ശ്രദ്ധിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തിയ ശേഷം ശ്രേയ അടുത്ത സീറ്റിലിരുന്ന മറ്റൊരു ടീച്ചറോടായി സംസാരിക്കാൻ തുടങ്ങി. ഈ പിള്ളേരുടെയൊക്കെ ഒരു അഹങ്കാരം കണ്ടില്ലേ ടീച്ചറെ? ഫസ്റ്റ് ഇയറിലെ ആ മാളവിക, അവൾക്ക് എന്താ അത്ര വലിയ ചാടാ? പഠിക്കാൻ വലിയ മിടുക്കിയാണെന്ന് അവളുടെ വിചാരം. ശ്രേയ വളരെ പുച്ഛത്തോടെ പറഞ്ഞു. മാളുവിൻ്റെ പേര് കേട്ടതും അഭിമന്യു രജിസ്റ്ററിൽ നിന്നും മുഖമുയർത്തി. അവനൊന്നും മിണ്ടാതെ അവൾ പറയുന്നത് ശ്രദ്ധിച്ചു. ശ്രേയ വീണ്ടും തുടർന്നു. ഇന്ന് ലൈബ്രറിയുടെ മുന്നിൽ വെച്ച് കണ്ടപ്പോൾ എന്നോട് എന്തൊരു ധിക്കാരമായിട്ട് അവൾ സംസാരിച്ചത്. അവൾക്കെന്തോ വലിയ അസൈൻമെന്റ് കിട്ടിയെന്നും അത് അവൾ ഒറ്റയ്ക്ക് ചെയ്തു എന്നുമൊക്കെയുള്ള അഹങ്കാരമാ അവൾക്ക്. അഭിമന്യു സാറ് വെറുതെ അവളെ തലയിൽ കയറ്റുന്നതാ. എനിക്ക് തോന്നുന്നത് അവളത് വല്ല സീനിയേഴ്സിനെയും കൊണ്ട് എഴുതിപ്പിച്ചതാകുമെന്നാണ്. ഇത്രയും വലിയ ടോപ്പിക്ക് ഒരാഴ്ച കൊണ്ട് അവളൊന്നും ചെയ്യാൻ പോകുന്നില്ല. അത്രയും കേട്ടതും അഭിമന്യുവിൻ്റെ മുഖം വല്ലാതെ കറുത്തു.
തൻ്റെ കയ്യിലിരുന്ന പേന അവൻ ദേഷ്യത്തോടെ ടേബിളിലേക്ക് വെച്ചു. ആ ശബ്ദം കേട്ട് ശ്രേയ സംസാരം നിർത്തി അവനെ നോക്കി. ശ്രേയ മാഡം, അഭിമന്യുവിൻ്റെ ശബ്ദം സ്റ്റാഫ് റൂമിൽ മുഴങ്ങി. ഒരധ്യാപിക സ്വന്തം വിദ്യാർത്ഥികളെ പറ്റി ഇങ്ങനെയാണോ സംസാരിക്കുന്നത്? ശ്രേയ ശരിക്കും ഞെട്ടിപ്പോയി. അഭിമന്യു സാറ് ഇത്രയും ദേഷ്യത്തിൽ പ്രതികരിക്കുമെന്ന് അവൾ ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല. അല്ല സാർ, അവളെന്നോട് സംസാരിച്ച രീതി. ശ്രേയ പരുങ്ങിക്കൊണ്ട് എന്തോ പറയാൻ ശ്രമിച്ചു. അവൾ മേഡത്തോട് എങ്ങനെ സംസാരിച്ചുവെന്ന് എനിക്കറിയില്ല. പക്ഷേ അവളുടെ അസൈൻമെൻറ്റിനെ പറ്റിയും അറിവിനെ പറ്റിയും ഇനി മാഡം ഇതുപോലെ സംസാരിക്കരുത്, അഭിമന്യു വളരെ കർശനമായി പറഞ്ഞു. ആ വർക്ക് അവൾ തനിയെ ചെയ്തതാണോ അതോ മറ്റാരെങ്കിലും കൊണ്ട് ചെയ്യിപ്പിച്ചതാണോ എന്ന് വിലയിരുത്താനുള്ള അറിവ് എനിക്കുണ്ട്. ഒരാഴ്ച അവൾ ഉറക്കമൊഴിഞ്ഞ് ലൈബ്രറിയിലും ലാബിലും ഇരുന്ന് എത്രത്തോളം കഷ്ടപ്പെട്ടാണ് അത് പൂർത്തിയാക്കിയതെന്ന് എൻ്റെ സ്വന്തം കണ്ണുകൊണ്ട് ഞാൻ കണ്ടതാണ്. അത്രയും ഡെഡിക്കേഷൻ ഉള്ളതുകൊണ്ടാണ് അവൾക്ക് അസൈൻമെൻറ്റ് സമയത്തിന് സബ്മിറ്റ് ചെയ്യാൻ സാധിച്ചത്. സ്റ്റാഫ് റൂമിലെ മറ്റധ്യാപകരും ഇത് കേട്ട് അത്ഭുതത്തോടെ നോക്കുന്നുണ്ടായിരുന്നു. എപ്പോഴും കലിപ്പനായി നടക്കുന്ന അഭിമന്യു സാറ് ഒരു വിദ്യാർത്ഥിക്ക് വേണ്ടി, അതും തനിക്ക് എപ്പോഴും പ്രശ്നമുണ്ടാക്കുന്ന മാളുവിന് വേണ്ടി ഇത്രയും ശക്തമായി സംസാരിക്കുന്നത് അവർക്കും പുതിയ കാര്യമായിരുന്നു. അഭിമന്യു വീണ്ടും ശ്രേയയെ നോക്കി പറഞ്ഞു. അവൾക്ക് ചിലപ്പോൾ അഹങ്കാരവും വാശിയൊക്കെ ഉണ്ടാകാം. പക്ഷേ ഈ കോളേജിലെ ഏറ്റവും ബ്രില്യൻ്റായ സ്റ്റുഡൻറ്റ് അവളാണ്. സ്വന്തം കഴിവിലുള്ള വിശ്വാസമാണ് അവളുടെ വാശി. അത് മനസ്സിലാക്കാതെ അവളെക്കുറിച്ച് ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞുണ്ടാക്കുന്നത് ഒരു ടീച്ചറിന് ചേർന്ന പണിയല്ല. ശ്രേയയുടെ മുഖം നാണക്കേട് കൊണ്ട് ചുവന്നു. മറ്റധ്യാപകരുടെ മുന്നിൽ വെച്ച് അഭിമന്യു സാറ് തനിക്ക് ഇത്രയും വലിയ തിരിച്ചടി തരുമെന്ന് അവൾ സ്വപ്നത്തിൽ പോലും കരുതിയിരുന്നില്ല. ഒന്നും മിണ്ടാൻ കഴിയാതെ അവൾ തലതാഴ്ത്തിയിരുന്നു. കൂടുതൽ അവിടെ നിൽക്കാൻ താല്പര്യമില്ലാതെ അഭിമന്യു രജിസ്റ്ററും എടുത്ത് സീറ്റിൽ നിന്നും എഴുന്നേറ്റു. സ്റ്റാഫ് റൂമിൽ നിന്നും പുറത്തേക്ക് നടക്കുമ്പോൾ അവൻ്റെ നെഞ്ചിടിപ്പ് വല്ലാതെ കൂടിയിരുന്നു. എനിക്കെന്താ പറ്റിയത്? എന്തിനാ ഞാനിപ്പോൾ അവൾക്ക് വേണ്ടി ഇത്രയും ദേഷ്യപ്പെട്ടത്? അവൻ സ്വയം ചോദിച്ചു. തന്നെ ധിക്കരിച്ചതിന് മാളവികയോട് ദേഷ്യമുണ്ടെന്നാണ് അവൻ ഇതുവരെ കരുതിയിരുന്നത്. പക്ഷേ മറ്റൊരാൾ അവളെപ്പറ്റി മോശമായി പറയുന്നത് കേട്ടപ്പോൾ തൻ്റെ ഉള്ളിൽ നിയന്ത്രിക്കാൻ കഴിയാത്തത്ര ദേഷ്യം വന്നത് എന്തുകൊണ്ടാണെന്ന് അവന് മനസ്സിലാകുന്നുണ്ടായിരുന്നില്ല. അവളോടുള്ള തൻ്റെ പ്രത്യേകമായ കരുതലിൽ വല്ലാത്തൊരു ആശയക്കുഴപ്പവുമായി അവൻ ക്ലാസ്സിലേക്ക് നടന്നു. അന്ന് വൈകുന്നേരം ക്ലാസ്സുകളെല്ലാം കഴിഞ്ഞ് കുട്ടികൾ ഓരോരുത്തരായി വീട്ടിലേക്ക് മടങ്ങാൻ തയ്യാറെടുക്കുകയായിരുന്നു. ബാഗ് പാക്ക് ചെയ്യുന്നതിനിടയിൽ ആമി ചോദിച്ചു, മാളു, നീ വരുന്നില്ലേ? സമയം 5 മണി കഴിഞ്ഞു. മാളു തൻ്റെ ബാഗിലേക്ക് നോട്ട്ബുക്കുകൾ വെച്ചുകൊണ്ട് പറഞ്ഞു. നീ പോയിക്കോ ആമി, എനിക്ക് ലൈബ്രറി വരെ ഒന്ന് പോകണം. കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് അസൈൻമെൻറ്റ് ചെയ്യാൻ വേണ്ടി എടുത്ത കുറേ വലിയ റെഫറൻസ് ബുക്കുകൾ എൻ്റെ കയ്യിലുണ്ട്. അതൊക്കെ തിരിച്ച് ആ റാക്കുകളിൽ കൊണ്ടുപോയി വെക്കണം. അത് കഴിഞ്ഞിട്ടേ ഞാൻ വരുന്നുള്ളൂ. ശരി, എന്നാൽ വേഗം വെച്ചിട്ട് വരാൻ നോക്ക് എന്ന് പറഞ്ഞ് ആമി യാത്ര പറഞ്ഞിറങ്ങി. ആമി പോയതിനു ശേഷം ആ വലിയ റെഫറൻസ് ബുക്കുകളും നെഞ്ചോട് ചേർത്ത് പിടിച്ച് മാള് ലൈബ്രറിയിലേക്ക് നടന്നു. പകൽ സമയത്തെ
ആ വലിയ തിരക്കൊന്നും ഇപ്പം അവിടെയില്ല. വായനക്കാരായ ഒന്നോ രണ്ടോ കുട്ടികൾ മാത്രം അവിടെ ഇരിപ്പുണ്ട്. മാളു നേരെ ലൈബ്രറിയുടെ ഏറ്റവും ഉള്ളിലുള്ള വലിയ റാക്കുകൾക്കടുത്തേക്ക് നടന്നു. അവിടെയാണ് പഴയ റെഫറൻസ് ബുക്കുകൾ വെക്കാറുള്ളത്. ഓരോ ബുക്കുകളും വളരെ കൃത്യമായി ആ റാക്കുകളിൽ അടുക്കി വെച്ചപ്പോൾ അവളുടെ മനസ്സിൽ വലിയൊരു ആശ്വാസം തോന്നി. ഒരാഴ്ചത്തെ വലിയൊരു ഭാരമാണ് ഇറക്കി വെച്ചത്. ഇനിയിപ്പോൾ കുറച്ച് ദിവസത്തേക്ക് അസൈൻമെൻറ്റിൻ്റെയും റെക്കോർഡുകളുടെയും യാതൊരു ടെൻഷനുമില്ല. പഠിക്കാൻ വലിയ താല്പര്യമില്ലെങ്കിലും കഥകൾ വായിക്കാൻ മാളുവിന് പണ്ടേ വലിയ ഇഷ്ടമാണ്. ബുക്കുകൾ വെച്ചതിന് ശേഷം പുറത്തേക്ക് നടക്കാൻ തുടങ്ങിയ അവൾ തൊട്ടടുത്തുള്ള നോവലുകളുടെ സെക്ഷൻ കണ്ട് അങ്ങോട്ടേക്ക് തിരിഞ്ഞു. ലൈബ്രറിയുടെ ഏറ്റവും അവസാനത്തെ നിരയിലായിരുന്നു ആ റാക്ക്. ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു നോവൽ എടുത്ത് വായിക്കാമെന്ന് കരുതി അവൾ ഓരോ പുസ്തകങ്ങളുടെയും പേരുകൾ നോക്കി പതുക്കെ നടന്നു. അതേസമയം ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും എന്തോ ഒരു ബുക്ക് എടുക്കാൻ വേണ്ടി അഭിമന്യു ലൈബ്രറിയിലേക്ക് കയറി വന്നു. മുൻവശത്തെ റാക്കുകളിൽ ബുക്ക് തിരയുന്നതിനിടയിലാണ് ഉള്ളിലത്തെ റാക്കുകൾക്കിടയിലൂടെ അപ്പുറത്ത് നിൽക്കുന്ന മാളുവിനെ അവൻ യാദൃശ്ചികമായി കണ്ടത്. പുസ്തകങ്ങൾക്കിടയിലുള്ള ആ ചെറിയ വിടവിലൂടെ നോക്കുമ്പോൾ വളരെ താല്പര്യത്തോടെ നോവലുകൾ തിരയുന്ന അവളുടെ മുഖം അവന് വ്യക്തമായി കാണാമായിരുന്നു. അവളെ കണ്ടതും അവൻ പോലും അറിയാതെ അവൻ്റെ കാലുകൾ ആ അവസാനത്തെ റാക്കിനടുത്തേക്ക് നടന്നു. പുസ്തകങ്ങൾക്കിടയിലൂടെ അവളൊരു നോവൽ പുറത്തേക്ക് വലിച്ചെടുക്കാൻ നിന്നതും പെട്ടെന്ന് തൊട്ടു മുന്നിൽ അഭിമന്യു സാർ നിൽക്കുന്നത് കണ്ട് അവൾ ശരിക്കും ഞെട്ടിപ്പോയി. കയ്യിലിരുന്ന പുസ്തകം താഴെ വീഴാതിരിക്കാൻ അവൾ നെഞ്ചോട് ചേർത്ത് പിടിച്ചു. അവളുടെ വെപ്രാളം കണ്ട് അഭിമന്യുവിൻ്റെ മുഖത്ത് ചെറിയൊരു ചിരി വന്നുവെങ്കിലും അവനത് പുറത്തു കാണിക്കാതെ ഗൗരവം മുഖത്ത് വരുത്തി. എന്താടോ, അസൈൻമെന്റ് തീർന്നതിൻ്റെ ഹാങ് ഓവർ ഇതുവരെ മാറിയില്ലേ? അതോ അടുത്ത അസൈൻമെന്റ് വല്ലതും ചെയ്യാൻ വേണ്ടി ബുക്ക് അന്വേഷിച്ച് വന്നതാണോ? അവൻ അല്പം പരിഹാസത്തോടെ ചോദിച്ചു. മാളു പെട്ടെന്ന് മുഖം വെട്ടിച്ചു. അതൊന്നുമല്ല സാർ, എടുത്ത ബുക്കുകളൊക്കെ തിരിച്ചു വയ്ക്കാൻ വന്നതാ. അതെല്ലാം ആ റാക്കിൽ വെച്ചു. പിന്നെ വെറുതെ ഒരു നോവൽ വായിക്കാമെന്ന് കരുതി ഇങ്ങോട്ട് വന്നതാ. അവൾ കയ്യിലിരുന്ന പുസ്തകത്തിലേക്ക് നോക്കി പറയുന്നത് കണ്ട് അവൻ തലയാട്ടി. കുറച്ചു നേരം അവർക്കിടയിൽ ഒരു നിശബ്ദത വന്നു. അഭിമന്യു എന്തൊക്കെയോ ചോദിക്കണമെന്ന് കരുതി വന്നതാണെങ്കിലും അവളോട് സംസാരിക്കാൻ വാക്കുകൾ കിട്ടാതെ അവൻ ആ റാക്കിലെ മറ്റ് പുസ്തകങ്ങളിലേക്ക് വെറുതെ കണ്ണോടിച്ചു. ലൈബ്രറിയുടെ ഈ ഉൾഭാഗത്ത് അവർ സംസാരിച്ചു നിൽക്കുന്നത് മുൻവശത്ത് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന അറ്റൻഡർ രാമേട്ടൻ കണ്ടിരുന്നില്ല. സമയം ഒരുപാട് വൈകിയതുകൊണ്ട് ലൈബ്രറിയിലുണ്ടായിരുന്ന ബാക്കിയുള്ള ഒന്നോ രണ്ടോ കുട്ടികളും ഇതിനോടകം പുറത്തു പോയിരുന്നു. ആരുമില്ലെന്ന് ഉറപ്പുവരുത്തിയ രാമേട്ടൻ ഉള്ളിലെ ലൈറ്റുകൾ ഓരോന്നായി ഓഫ് ചെയ്തു. വലിയ ലൈബ്രറി ആയതുകൊണ്ടും ജനാലകളിലൂടെ പുറത്തെ ചെറിയ വെളിച്ചം ഉള്ളിലേക്ക് വരുന്നുണ്ടായിരുന്നതുകൊണ്ടും ഉള്ളിലെ റാക്കുകൾക്കിടയിലായിരുന്ന മാളവും അഭിമന്യുവും ലൈറ്റ് ഓഫ് ചെയ്ത കാര്യം പെട്ടെന്ന് ശ്രദ്ധിച്ചില്ല. പുറത്തിറങ്ങിയ രാമേട്ടൻ മെയിൻ ഡോർ വലിച്ചടച്ച് പുറത്തുനിന്ന് താഴിട്ട് പൂട്ടിയിട്ട് നടന്നുപോയി. ഉള്ളിൽ പുസ്തകങ്ങൾ നോക്കി നിൽക്കുന്ന മാളുവിനെ നോക്കി അഭിമന്യു ചോദിച്ചു. താൻ വീട്ടിൽ പോകുന്നില്ലേ? സമയം കുറേയായി. ഇരുട്ടുന്നതിന് മുൻപ് ഇറങ്ങാൻ നോക്ക്. ഞാൻ പോകുക സാർ, ഈ ബുക്ക് കൂടെ ഒന്ന് എടുത്തോട്ടെ എന്ന് പറഞ്ഞ് മാളു നോവലും കയ്യിലെടുത്ത് പുറത്തേക്ക് നടന്നു.
അഭിമന്യു തനിക്ക് വേണ്ട ബുക്ക് അവിടെ ഉണ്ട് എന്ന് നോക്കാൻ വേണ്ടി ആ റാക്കിന് മുന്നിൽ തന്നെ നിന്നു. റാക്കുകൾക്കിടയിലൂടെ നടന്ന് ലൈബ്രറിയുടെ മുൻവശത്തെത്തിയപ്പോഴാണ് മെയിൻ ലൈറ്റുകൾ ഓഫ് ചെയ്ത കാര്യം മാളു ശ്രദ്ധിച്ചത്. ആ വലിയ ഹാളിൽ ചെറിയ ഇരുട്ട് പരന്നു തുടങ്ങിയിരുന്നു. അവൾ വേഗത്തിൽ നടന്ന് മെയിൻ ഡോറിനരികിലെത്തി. വാതിലിന്റെ ഹാൻഡിലിൽ പിടിച്ച് അവൾ പതുക്കെ പുറത്തേക്ക് തള്ളി. വാതിൽ അനങ്ങിയില്ല. അവൾ ഒന്നുകൂടി ബലം കൊടുത്ത് തള്ളി നോക്കി. യാതൊരു മാറ്റവുമില്ല. പുറത്തുനിന്ന് ആരോ ലോക്ക് ചെയ്തിട്ടുണ്ടെന്ന് അവൾക്ക് മനസ്സിലായി. പെട്ടെന്ന് അവളുടെ നെഞ്ചെടുപ്പ് കൂടി. അവൾ ഹാൻഡിലിൽ പിടിച്ച് ശക്തിയായി വലിക്കുകയും തള്ളുകയും ചെയ്തു. വാതിൽ നല്ല ഉറപ്പോടെ അടഞ്ഞു കിടക്കുകയാണ്. ലൈബ്രറി മുഴുവൻ ശൂന്യമാണ്. എങ്ങും വല്ലാത്തൊരു നിശബ്ദത മാത്രം. പേടി കാരണം മാളുവിന്റെ ശബ്ദം പതുക്കെ വിറയ്ക്കാൻ തുടങ്ങി. അവൾ ഉള്ളിലെ റാക്കുകൾക്കിടയിലേക്ക് തിരിഞ്ഞു നോക്കി ശബ്ദമുയർത്തി വിളിച്ചു, സാർ, സാർ, ഈ വാതിൽ തുറക്കാൻ പറ്റുന്നില്ല. തുടരും. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എനിക്ക് ഇപ്പോഴും ത്രോട്ട് പെയിന് ശരിയായിട്ടില്ല കേട്ടോ. അതുകൊണ്ടാണ് വായിക്കുമ്പോൾ ചെറിയൊരു ബുദ്ധിമുട്ട് വരുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ അതൊന്ന് എക്സ്ക്യൂസ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യാനും ഹൈപ്പ് കൊടുക്കാനും മറക്കരുത്. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. ഓക്കെ, അപ്പോൾ കഥകളെക്കുറിച്ചുള്ള നിങ്ങളുടെ എല്ലാ അഭിപ്രായങ്ങളും സജഷൻസും ഒക്കെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്ത ഭാഗമായിട്ട് നാളെ കാണാം. ബൈ.